ഫ്രണ്ട്സ്, ഇന്ന് നമുക്കിവിടെ ഒരു വെറൈറ്റി ഡിഷ് പരിചയപ്പെട്ടാലോ? ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്ന ഡിഷാണ് പിൻവീൽ സമൂസ. പിൻവീൽ സമൂസക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇവയെല്ലാം ഞാനിവിടെ ലെഫ്റ്റ് സൈഡിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നമുക്ക് സമൂസ ഷീറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 200 ഗ്രാം മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എള്ള് തികച്ചും ഓപ്ഷണലാണ്. സമൂസക്കൊരു നല്ല ഭംഗി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എള്ള് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് നെയ്യും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്നത് പോലെ നല്ല സോഫ്റ്റായിട്ട് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. എൻ്റെ മാവ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു 30 മിനിറ്റ്സ് സെറ്റ് ആവാൻ വെക്കണം. ഈ ടൈം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ മസാല തയ്യാറാക്കിയെടുക്കാം. മസാല തയ്യാറാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം ഞാനിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവയെല്ലാം ആഡ് ചെയ്ത് കൊടുക്കും. ഞാനിവിടെ 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് സവാള. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇതിലേക്ക് ആവശ്യമായ 2 മീഡിയം സൈസ് പൊട്ടാറ്റോ ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടുത്തെ എരിവിനനുസരിച്ചാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ ഇതിലേക്ക് ആവശ്യമായ പൊട്ടാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. പൊട്ടാറ്റോ നേരത്തെ റെഡിയാക്കി വെച്ചതാണ്. ഇവയെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയിലയുടെ സ്മെല്ല് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാവ് എന്തായെന്ന് നോക്കാം. മാവ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു ചപ്പാത്തി പലക എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ കൈ കൊണ്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ പരത്തിയെടുക്കാവുന്നതാണ്. സ്ക്വയർ ഷേപ്പിലാവുമ്പോൾ നമുക്ക് റോൾ ചെയ്തെടുക്കാം.
ഈസി ആയിരിക്കും. ഞാനിവിടെ സ്ക്വയർ ഷേപ്പിലാക്കാനൊക്കെ നോക്കി, പക്ഷേ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. എൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇത് മസാല ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞാനൊരു സ്പൂൺ വെച്ചുകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. ഞാനിവിടെ റോൾ ചെയ്യുന്നത് കാണിക്കാം. ഈ ചപ്പാത്തിക്ക് പരത്തുന്ന അത്ര തിന്നാവേണ്ട ആവശ്യമില്ല. വലിയ തിക്കും ആവണ്ട, വലിയ തിന്നും ആവണ്ട. ആ ഒരു രീതിയിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ. ഇവിടെ ഞാൻ റോൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിൻവീൽ ഷേപ്പിലാണല്ലോ, അതാണല്ലോ പിൻവീൽ സമൂസ എന്ന പേര് വന്നത്. ഇതെല്ലാം കൃത്യമായ ഷേപ്പിൽ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. എന്നാൽ നമുക്ക് സമൂസയൊക്കെ എല്ലാം ഒരേ ഷേപ്പിൽ കിട്ടുന്നതായിരിക്കും. എൻ്റെതിവിടെ എല്ലാം ഒരേ ഷേപ്പിലായിട്ടൊന്നുമില്ല. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായും ഈ റെസിപ്പി ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ സമൂസ റോൾ ചെയ്ത് കട്ട് ചെയ്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബാറ്റർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. 2-3 ടീസ്പൂൺ മൈദപ്പൊടിയിലേക്ക് ശകലം വെള്ളം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത ബാറ്ററാണിത്. അപ്പോൾ നമ്മൾ ഈ ബാറ്ററിലൊന്ന് ഇത് മുക്കിയെടുത്തിട്ട് എണ്ണ ചൂടായതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നന്നായി മുക്കിയെടുക്കുക. എന്നിട്ട് എണ്ണയിലേക്ക് ഇട്ടെടുക്കുക. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇവിടെ എൻ്റെ സമൂസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ആഹാ, സമൂസ നല്ല ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.